welcome back to our YouTube channel Rameeza vlogZz. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബർത്ത്ഡേ കാർഡ് വീഡിയോയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ബർത്ത്ഡേ കാർഡ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. Find your way into this wonderland. Cross the maze, the dark, the innocent. Chase the faith, the thrill, the heaven sent. I got your world upside down. ആവശ്യമായ സാധനം CD മാർക്കർ, ബ്ലാക്ക്, ഫെവിക്കോള്, പിന്നെ ബ്ലാക്ക് ചാർട്ട്, ജൂട്ട് വൈൻ, ഇറേസർ, പെൻസില്, പിന്നെ കാർഡ്ബോർഡ്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതാ ഞാനൊരു ബ്ലാക്ക് ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ 10 സെൻറ്റിമീറ്ററും ഇവിടെ 13 സെൻറ്റിമീറ്ററും ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ 10 സെൻറ്റിമീറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ മടക്കാം. നമുക്ക് ടൈറ്റായിട്ട് മടക്കാം. ഇനി ഞാൻ എന്താ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെയും 3 സെൻറ്റിമീറ്റർ, ഇവിടെ 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു വെള്ള പേപ്പർ A4 കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കുറച്ച് സൈസ് അനുസരിച്ചിട്ട് ഇവിടെ ഒട്ടിക്കാനാണ്. അപ്പോൾ നമുക്കിനി ഇത് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ സിസർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോർണർ ഒന്ന് നല്ല ഷേപ്പിൽ വെട്ടണം, അതിനാണ്. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയത്. അപ്പോൾ കോർണറൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കിത് ഒട്ടിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫെവിക്കോൾ എടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 6 സെൻറ്റിമീറ്ററിന് നടക്ക് ഞാനൊരു 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ മടക്കാം. ഇനി നമുക്ക് ഈ പേപ്പർ എടുത്തിട്ട് ഇവിടെ നമുക്കിത് ഒട്ടിക്കാം. ഞാനിവിടെ ഒരു ജൂട്ട് കോയിൻ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടാനായിട്ട് നമുക്കാദ്യം കെട്ടിയിട്ട് ഇതാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കാദ്യം ഇത് കെട്ടാം. നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒട്ടിക്കാം. ആദ്യത്തെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു A4 പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങനെ നല്ല ഷേപ്പിൽ കോർണറാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ ഒട്ടിക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെന്തെങ്കിലും കോട്ട്സൊക്കെ എഴുതാം. ഇനി നമ്മൾ മൂന്നാമതായി ചെയ്യുന്നതാണ് ഈ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്ററും ഇവിടെ 7 സെൻറ്റിമീറ്ററും ഇവിടെയും 4 സെൻറ്റിമീറ്റർ, ഇവിടെയും അതേപോലെ തന്നെ 6ഉം ഇവിടെ 7 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഞാനിതിന് നടുവ് കൂടെ ലൈൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ഹാർട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് കട്ട് ചെയ്യാം. നമുക്കത് കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് ആദ്യം ഫോൾഡ് ചെയ്യണം. നമുക്ക് ഫോൾഡ് ചെയ്യാം.
നമുക്കിത് കട്ട് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ A4 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 4 പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ 6 സെൻറ്റിമീറ്ററും ഇവിടെ 5.5 സെൻറ്റിമീറ്ററും ഉള്ളത്. ഇത് നമുക്കിങ്ങനെ കോർണറായി കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ 4 പീസ് ഇങ്ങനെ നല്ലോണം കോർണറാക്കിയിട്ടുണ്ട് ഇതാ ഇതുപോലെ. ഇനി നമുക്കിത് ഒട്ടിക്കാം. അപ്പോൾ 2 എണ്ണം ഇവിടെയും പിന്നെ പുറകിലാണ് നമ്മൾ ഒട്ടിക്കുന്നത്. നമുക്ക് പിന്നിൽ ഒട്ടിക്കാം. ഇപ്പോൾ നമ്മൾ 4 സൈഡിലും ഒട്ടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കിനി ഇവിടെ ഒട്ടിക്കാം. അപ്പോൾ നമുക്കതിൽ ഫോൾഡ് ചെയ്യാം. ഇതിങ്ങനെയാണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. ഇനി ഇവിടെ പശ ഒട്ടിച്ചിട്ട് നമ്മൾ അവിടെ ഒട്ടിക്കുകയാണ്. നമ്മൾ ഒട്ടിക്കുന്നതിൻ്റെ മുമ്പ് ഞാനൊരു പീസ് ജൂട്ട് കോയിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കെട്ടാം. അപ്പോൾ അടിപൊളിയായിരിക്കും. ഇനി ഒട്ടിക്കാം. നമുക്കിത് കെട്ടാം. ഇനി അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിനി എന്തെങ്കിലും കോട്ട്സ് ഒക്കെ എഴുതാം കേട്ടോ. ഇനി നമുക്കിത് മടക്കാം. ഇനി ഈ പ്ലേസിലാണ് നമുക്കിനി പണി. അപ്പോൾ ഞാൻ എന്താ ഇതിൻ്റെ കാട്ടിയും കുറച്ച് സെൻറ്റിമീറ്റർ കുറച്ചിട്ടൊരു A4 ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല കോർണറിൽ ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കീറുകയാണ്. ഇതാ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ ഒട്ടിക്കാം. ഇനി ഞാൻ കുറച്ച് പീസ് ജൂട്ട് കോയിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു വലിയൊരു പീസ് ജൂട്ട് കോയിൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കെട്ടാം. നമ്മൾ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ ബർത്ത്ഡേ കാർഡ് ഇവിടെ റെഡി ആയിക്കുകയാണെങ്കിൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ കോട്ട്സ് ഒക്കെ എഴുതാം. അപ്പോൾ ഇതാ CD മാർക്കർ ആയിട്ട് ഇനി ഇതിൽ നമ്മൾ ടെക്സ്റ്റ് എഴുതാൻ പോവാണ്. അപ്പോൾ നമുക്കതിനെ ഊരിയിട്ട് ടെക്സ്റ്റ് ചെയ്യാം.
കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആണെങ്കിൽ 2-3 ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ കോട്ട് ചെയ്താൽ പോവാണ്. നമ്മൾ ആദ്യം ഇതിലാണ് എഴുതാൻ പോകുന്നത്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ കോട്ട് ചെയ്താൽ വാതിലൊന്നും. അപ്പോൾ അതാണ് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് നമ്മൾ പൂട്ടാം. ഇനി എവിടെയാണ് എഴുതേണ്ടത്? അതാണ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ്